ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ കറങ്ങാൻ പോവുക. ശങ്കരി കുഞ്ഞിനൊരു കൊലുസ് വാങ്ങിക്കണം. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നത് ശങ്കരി കുഞ്ഞിൻ്റെ ഇപ്പം കിടക്കുന്ന തളയൊന്ന് മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു കൊലുസ് വാങ്ങിക്കണം. അപ്പോൾ ശങ്കരി കുഞ്ഞിന് എന്തായാലും കൊലുസ് വാങ്ങിക്കാൻ പോകാമെന്ന് തീരുമാനിക്കാൻ മെയിനായിട്ടും കാര്യം, ശങ്കരി കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൾ കരയത്തോ എന്നെ വിളിക്കത്തോ ഒന്നുമില്ല, നേരെ ഇങ്ങനെ എഴുഞ്ഞ് അങ്ങ് നടക്കുക. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഇനി തിരിച്ചു പോയി കഴിഞ്ഞാൽ, നേരത്തെ അവിടെ വെച്ച് ഈ ശീലം ഉണ്ടായിരുന്നു, എന്നാലും ഇനിയിപ്പോൾ മെയിനായിട്ടും തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ ഇതേപോലെ എഴുഞ്ഞ് നടക്കുമ്പോൾ ഞാൻ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുവാണെങ്കിൽ കുഞ്ഞ് ഉണരുന്നത് എനിക്കറിയാൻ പറ്റണ്ടേ. അപ്പോൾ അതിന് വേണ്ടി എന്തായാലും നല്ല കിലുക്കമുള്ള ഒരു കൊലുസ് മേടിച്ചങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇന്ന് ഭീമയിലോട്ട് പോവാം. പിന്നെ അവിടെ ചെന്നിട്ട് പറ്റുവാണെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടെ ചെയ്യാം. അപ്പോൾ അത് ചെയ്യാം. പോയിട്ട് വരാം. അമ്മയുടെ കാറിലാണ് കേട്ടോ പോകുന്നത്. ഞാനും അനിയത്തിയൊക്കെ ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിലും അമ്മ ഞങ്ങളെ കൊണ്ട് ഓടിക്കാറില്ല, ഒറ്റയ്ക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാറുള്ളൂ. എനിക്ക് സ്പീഡ് കൂടുതലാണെന്നാണ് പറയുന്നത്, അനിയത്തിക്ക് വണ്ടി ഓടിക്കാൻ പേടിയും. എന്താല്ലേ. അങ്ങനെ ഞങ്ങളിതാ നേരെ ജ്വല്ലറിയിലെത്തി. ഭീമയിലാണേ പോകുന്നത്. അമ്മ വർഷങ്ങളായിട്ട് എല്ലാ സാധനങ്ങളും ഭീമയിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നത്. അപ്പം ഞാനും ഓരോന്നൊക്കെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാനും അവിടെ തന്നെയാണ് എപ്പോഴും പോകുന്നത്. കളക്ഷൻസ് ആയാലും സ്റ്റാഫിൻ്റെയൊക്കെ ഇടപെടലാണെങ്കിലും നമുക്ക് നല്ല കൺവീനിയൻറ്റാണ്. അങ്ങനെ ഞാൻ നേരെ ആദ്യം കൊലുസിൻ്റെ സെക്ഷനിലോട്ട് തന്നെയാണ് പോയത്. മാഡത്തിനെ ഞാൻ ട്രൗസേഴ്സൊക്കെ ഇട്ടാണ് കൊണ്ടുപോയത്, കൊലുസിൻ്റെ അളവെടുക്കാനും ഇടിയിപ്പിക്കാനും ഒക്കെ എളുപ്പത്തിന്. ശങ്കരി കുഞ്ഞു പിന്നെ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ ചിരിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ആ ഒരു മൊത്തത്തിലുള്ളൊരു ആംബിയൻസും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ലൈറ്റൊക്കെ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുക, എന്നാലും വലിയ സന്തോഷം ചിരിയൊന്നുമില്ല. പിന്നെ അതാ ഈ രണ്ട് സ്റ്റാഫ് നല്ല നമുക്ക് കൺവീനിയൻ്റ് ആയിരുന്നു. അവർ നല്ല ചിരിച്ച് കുഞ്ഞിനെ കളിപ്പിച്ച് നല്ല ഹാപ്പി ആയിട്ട്, അവൾ നല്ല ബലമൊക്കെ പിടിക്കുന്നുണ്ട്, എന്നാലും അവരൊരു വിധം കൊലുസൊക്കെ ഇട്ട് നോക്കി. അവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ സൈസ് കൊലുസായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. ശങ്കരിയുടെ കാലിന് ഞങ്ങൾ സെലക്ട് ചെയ്തത് അതിലും ചെറിയ സൈസ് കിട്ടാനില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ നല്ല കിലുക്കമുള്ള കൊലുസ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ഈ മണികളുടെ മുത്തിൻ്റെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ കിലുങ്ങുമായിരിക്കും. എന്തായാലും എൻ്റെ കാര്യം നടക്കുന്നുണ്ട്. ആ ഒരു ചെറിയ അനക്കത്തിലാണെങ്കിൽ പോലും അവൾ ഉറക്കത്തിൽ അനങ്ങുമ്പം എനിക്ക് ആ കിലുക്ക് നല്ലപോലെ അറിയാൻ പറ്റുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ തട്ടിയും മറിച്ചുമൊക്കെ അവൾ കളിക്കുകയും ബഹളം വെക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് പിന്നൊരു ആമയുടെ മോതിരം വേണമെന്ന് പറഞ്ഞ് അത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശങ്കരി കുഞ്ഞിനെ ഞാൻ അങ്ങനെ അങ്ങോട്ട് കിടത്തിയപ്പോൾ ആ കൊച്ചു പറയുകയും ചെയ്തത് ആ കിടക്കുന്നൊരു ആമ എന്നൊക്കെ കേട്ടോ. പിന്നെ കുഞ്ഞായതുകൊണ്ട് ആ ഗ്ലാസ്സിൽ ഇരുത്തുന്നതിനൊക്കെ എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അവരാരും ഒന്നും പറഞ്ഞൊന്നുമില്ല. അത് കഴിഞ്ഞ് നേരെ പോയത് നോസ് പിൻസ് നോക്കാനാണേ. നോസ് പിന്നിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റഡിനുള്ള കമ്മലുകളും എടുക്കുന്നത്. അപ്പോൾ അമ്മുവിന് അപ്പർ ഹെലിക്സ് നമ്മുടെ ചെവിയുടെ മുകളിൽ കുത്തുന്നതുണ്ടല്ലോ, അത് കുത്തണം എന്നും പറഞ്ഞ ആഗ്രഹത്തിന് നോക്കി. പക്ഷെ അവൾ ഉദ്ദേശിക്കുന്ന ഡിസൈനൊന്നും അവിടെ കണ്ടില്ല. അങ്ങനെ പിന്നെ അവൾ ആ മോഹം അങ്ങ് ഉപേക്ഷിച്ചു. ഞാൻ പിന്നെ കാതങ്ങ് കുത്താൻ തീരുമാനിച്ചു കേട്ടോ. അമ്മയുടെ കൂടെ പോയാലേ അമ്മ ഈ വക കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ഒരു ചമ്മലൊക്കെ ഇങ്ങനെ ഒന്ന് കാണിക്കുമെങ്കിലും പുള്ളിക്കാരി പിന്നെ അങ്ങ് സപ്പോർട്ട് ചെയ്തോളും. അങ്ങനെ ഞാനും അമ്മും കൂടെ കാത് കുത്താൻ പോയി. എനിക്ക് ആക്ച്വലി രണ്ട് സൈഡും 3 കമ്മൽ വീതം ഉണ്ടായിരുന്നു. അതിൽ ലെഫ്റ്റ് സൈഡിലെ മൂന്നാമത്തേത് അടഞ്ഞുപോയി. അപ്പോൾ അത് കുത്താൻ വേണ്ടി പോവുക. അങ്ങനെ നോസ് പിന്നൊക്കെ സെലക്ട് ചെയ്ത്, നോസ് പിന്നല്ല കമ്മൽ സെക്കൻഡ് സ്റ്റഡ് എല്ലാം ഒന്ന് തന്നെ സെലക്ട് ചെയ്ത് നേരെ കൊണ്ടുവന്ന് കുത്താൻ കയറി. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ ചെറിയൊരു ബൾജിങ് പോലെ വന്ന് ഇൻഫെക്ഷൻ പോലെ വന്നിട്ട് ഞാനത് ഊരിയതാ, അപ്പോൾ മാറുമെന്ന് വിചാരിച്ചു, പക്ഷേ അത് മാറിയതും ഇല്ല, കാത് അടഞ്ഞും പോയി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നല്ല അടിപൊളിയായിട്ട് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ കൂട്ടത്തിൽ പുള്ളി അങ്ങ് കുത്തി കയറ്റി. പിന്നെ നേരത്തെ ഗൺ ഷോട്ടായിരുന്നു അടിച്ചത്. അത് പക്ഷേ ഒട്ടും വേദന അറിയത്തില്ലെങ്കിലും അത് അത്രയ്ക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. എപ്പോഴും തട്ടാന്മാർ കാത് കുത്തുന്നത് തന്നെയാണ് നല്ലത്. കാതായാലും മൂക്കായാലും അവർ ആ ഒരു സ്ഥാനമൊക്കെ പിടിച്ച് ഞരമ്പിൻ്റെ സ്ഥാനമൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് കുത്തിത്തരും. ആ കുത്തുമ്പോഴത്തെ ഒരു വേദനയെ കാണത്തുള്ളൂ, പിന്നെ സംഭവം സേഫായിരിക്കും കേട്ടോ. അങ്ങനെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ എൻ്റെ കാത് കുത്തും കഴിഞ്ഞു ഗായ്സ്. പുള്ളിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് ഞാനവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കാത് കുത്താൻ പോയ സമയത്ത് അമ്മ ശങ്കരി കുഞ്ഞിനെ കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഈ ചേച്ചി ഒരു ബലൂണൊക്കെ കൊണ്ടുവന്ന് അവളെ കളിപ്പിച്ച് എന്തായാലും എൻ്റെ കുഞ്ഞ് ഒന്ന് ചിരിച്ചു കിട്ടി. ഇതുപോലെ വല്ലപ്പോഴും ശങ്കരി ഒന്ന് ചിരിക്കുന്നത്. വീട്ടിൽ വെച്ച് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരിക്കും, പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വലിച്ചു കയറ്റി ഇങ്ങനെ വേർപ്പിച്ചിരിക്കുന്നതാണ് അവളുടെ ഒരു രീതി. അത് കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ ബ്രേസ്ലെറ്റ്, ചെറിയ വളകളുടെ സെക്ഷനിലോട്ടായിരുന്നേ. ചിനിച്ചിച്ചിയുടെ കുഞ്ഞാവയുടെ നൂലുകെട്ട് വരെയല്ലേ, അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി എൻ്റെ കണക്കായിട്ട് ഒരു ബ്രേസ്ലെറ്റ് നോക്കാൻ പോയതാണ്.
അങ്ങനെ അതുമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് വേറൊരു കടയിൽ പോകണമായിരുന്നു. അപ്പോൾ ആ സെക്യൂരിറ്റി ചേട്ടനോട് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, വേഗം പോയിട്ട് വരാൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ വിട്ടടിച്ച് നടന്ന് പോകുന്നത് വിസ്മയ ഷോപ്പിൽ നിന്ന് എന്തോ ആണെന്ന് തോന്നുന്നു കടയുടെ പേര്. ഒരു അടിപൊളി കടയുണ്ട്, സൂപ്പർ കളക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അമ്മയും അമ്മവും കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാട്ടോ. സംഭവം കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അടിപൊളി കളക്ഷൻ എന്ന് വെച്ചാൽ ഗംഭീര കളക്ഷൻ. അതിപ്പം കമ്മലുകളുടെ ആണെങ്കിൽ അതേ, മാലകൾ, ഹെഡ് ബാൻഡ്സ്, ഇതൊക്കെ കുഞ്ഞുങ്ങളുടെ ഹെഡ് ബാൻഡ്സ് ആകട്ടോ. അതിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഇതുപോലെ ചെറിയ പെൻഡൻ സെറ്റ്, ഈ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഏകദേശം നല്ല കളക്ഷനായിരുന്നു കമ്മലുകളുടെയൊക്കെ. പക്ഷേ എനിക്കൊരു പരാതിയുള്ളത് ജ്വല്ലറി സെക്ഷനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ് കേട്ടോ, കുറച്ച് കത്തിയാണ് ജ്വല്ലറീസിന്. ബാക്കിയുള്ള സാധനങ്ങൾക്കൊന്നും കുഴപ്പമില്ല. സ്ക്രഞ്ചീസ്, ക്ലോ ക്ലിപ്സ്, ബാരറ്റ്സ്, ടിക് ടാക്സ്, ഹെഡ് ബാൻഡുകൾ, എല്ലാത്തിൻ്റെയും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിനൊന്നും വലിയ റേറ്റൊന്നുമില്ല. അതൊക്കെ ഏകദേശം നമുക്ക് അഫോർഡബിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ്. പിന്നെ വളകൾ, ലിപ്സ്റ്റിക്സ്, ലിപ് ഷെയ്ഡ്സ്, അങ്ങനെ കുറേ ഐറ്റംസ്. ഈ കമ്മലിൻ്റെ സെറ്റൊക്കെ കണ്ടിട്ട് എനിക്ക് അയ്യോ എത്ര എണ്ണം എടുത്താലും മതിയാവാത്ത പോലെ കമ്മലുകളുടെ കളക്ഷൻ കേട്ടോ. പക്ഷേ ഇന്നത്തെ എൻ്റെ ഒരു സാധനങ്ങളുടെ ലിസ്റ്റിൽ ഇതില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഈ കമ്മൽസൊക്കെ എന്തൊരു ഭംഗിയായിരുന്നെന്നറിയാമോ, പക്ഷേ റേറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ കാര്യമായിട്ട് ആ ഏരിയയിലോട്ടൊന്നും ഞാൻ അങ്ങനെ ചികഞ്ഞില്ല. കൂടുതൽ നമ്മൾ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തോന്നും. അതുകൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് മാറിയതല്ലാതെ. പിന്നെ ഈ പെൻഡൻസിൻ്റെ സെറ്റിൽ ഈ 4 കളറ് സ്റ്റോൺ വരുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനത് വാങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ലാസ്റ്റ് മിനിറ്റ് ശങ്കരിക്കുഞ്ഞ് പിണങ്ങിയപ്പം ആ പ്ലാനൊക്കെ മാറി. അത് കഴിഞ്ഞത് അമ്മയ്ക്കൊരു ബാഗ് വേണമെന്നും പറഞ്ഞ് അത് തപ്പിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്കാണോ അമ്മുനായിരുന്നോ എന്ന് ഓർമ്മയില്ല, അമ്മുനാണെന്ന് തോന്നുന്നു. അമ്മു അന്നത്തെ ദിവസം അവിടെ നിന്ന് ബാഗ് വാങ്ങിച്ച്. ഞാൻ ഈ നാട്ടിലത്തെ പോക്കിൽ ഒരു 2-3 തവണ ഈ കടയിൽ കയറി കേട്ടോ. സത്യം പറഞ്ഞാൽ ഏതൊക്കെ എപ്പിസോഡിൽ ഏതൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ചത് എനിക്കിപ്പോൾ വലിയ ഐഡിയയില്ല. ഈ ബാഗ് എന്തായാലും അമ്മ വാങ്ങി. അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് ഈ ടൂറൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മീറ്റിങ്സിനൊക്കെ പോകുമ്പോൾ കുറച്ച് നല്ല ക്ലാസ് ആയിട്ടുള്ള ബാഗൊക്കെ വേണമെന്ന് കുറേ നാളായിട്ട് പറയുന്നു. അപ്പോൾ കുറേ നേരം വഴക്കിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ മാഡത്തിനെ ജസ്റ്റ് ഒന്ന് തറയിലോട്ട് ഇരുത്തി. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് എവിടുന്നോ ഒരു ക്രോക്സൊക്കെ വലിച്ചെടുത്ത്, കൊച്ചു പിള്ളേരുടെ സൈഡിൽ നിന്ന് തന്നെ കേട്ടോ. ഒക്കെ ചെരുപ്പിടാനൊക്കെ ആഗ്രഹം തോന്നുന്നു. അയ്യോ, അങ്ങനെ പിന്നെ കുറച്ച് നേരം അവളെ കളിപ്പിച്ചു. നല്ല രസമാണ് കേട്ടോ. ഈ കൊച്ചുപെണ്ണിൻ്റെ കൂടെ ഇരുന്ന സമയം പോകുന്നതേ അറിയത്തില്ല. അങ്ങനെ പിന്നെ ഏതാണ്ടൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ പോയത് ഒരു ബേക്കറിയിലോട്ടാണ്. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ എല്ലാവരും നല്ല ക്ഷീണിച്ചായിരുന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ വല്ലതും ചെയ്യാൻ, ലൈറ്റായിട്ട് കഴിക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ബേക്കറിയിലോട്ട് കയറിയതാണ്. ഇത് നമ്മൾ പണ്ടേ പോകുന്നൊരു ബേക്കറി ആയിരുന്നു. പക്ഷേ ഇപ്പം അവിടെ അത്രയ്ക്ക് സുഖമില്ല. അതുകൊണ്ട് ഈ പോക്കിൽ ഈ ഒരൊറ്റ തവണ ആ ബേക്കറിയിൽ നമ്മൾ കയറിയുള്ളൂ. പിന്നീടൊക്കെ വേറെ സ്ഥലത്താണ് കയറിയത്. ഫുഡിൻ്റെ ഈ സ്നാക്സ് ഐറ്റംസിൻ്റെയൊക്കെ നല്ല ഇതൊക്കെ ഉണ്ട്, കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് അവിടുത്തെ ഷാർജയാണ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എൻ്റെ പൊന്നേ, ഇതൊരു അടിപൊളി പരിപാടിയായിരുന്നു. ഈ വാങ്ങിച്ച കൊലുസ് ആ കുഞ്ഞിക്കാലുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക എന്നുള്ളത്. അവളുടെ കാലിൽ കിടക്കുന്ന തള എനിക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഊരാൻ പറ്റി. പക്ഷേ തിരിച്ചിതങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു ടാസ്ക് ആയിരുന്നു. Could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job and I find some peace in the stations that I throw on. ഇതാണ് ശങ്കരിക്കുഞ്ഞിൻ്റെ കാലിൽ കിടന്ന തള. അതെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിച്ച് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ മാസുപ്പൂച്ച ഒരു എലിയും പിടിച്ചുകൊണ്ട് വന്നേക്കുന്നു. ഇവക്കിടയ്ക്കിടയ്ക്കുണ്ട് ഇങ്ങനെ എലി, പല്ലി, പാറ്റ, പഴുതാര എന്തിനെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും. അങ്ങനെ അവളെയും എലിയും കൂടെ തട്ടി വീട്ടിലിരുന്ന് വെളിയിലാക്കാൻ ഒരു 1/2 മണിക്കൂർ എടുത്തു കേട്ടോ. അയ്യോ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ഗുഡ് ബൈ.